ഹായ്, ദിസ് ഈസ് ആൻലിയ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ എനിക്കായാലും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ എബ്രോഡ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഐപാഡ് മേടിക്കണോ അതോ ലാപ്ടോപ്പ് മേടിക്കണോ എന്നുള്ളത്. അപ്പം എന്തായാലും ഇപ്പോൾ അബ്രോഡ് വന്നില്ലെങ്കിലും നിങ്ങളിപ്പോൾ ഡിഗ്രി കോഴ്സ് എടുക്കുകയാണെങ്കിൽ കൂടെ ആ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്തത് എന്താണെന്നും അത് എന്താണ് റീസൺ അതിനെക്കുറിച്ചിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് പോകുന്നത്. സോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ടാബ്ലറ്റ്സിൻ്റെ യൂസസ് നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായാലും ഇപ്പോൾ വർക്കിംഗ് ആൾക്കാർക്ക് വേണ്ടിയിട്ടായാലും. അപ്പം നമുക്ക് സ്റ്റുഡൻസിനായിരിക്കും ഈ ടാബ്ലറ്റ്സ് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം ഒന്നാമത്തത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ട്സ് നമുക്കതിൽ എഴുതാം. കാരണം ഇപ്പോൾ ഐപാഡിലാകുമ്പോൾ നമുക്ക് പെൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ലാപ്ടോപ്പിൽ ആണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായാലും പിന്നെ നമുക്ക് ഇപ്പോൾ MBBS തന്നെ ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് നമുക്ക് റീഡ് ചെയ്യേണ്ട ഇതുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് കൊണ്ടുവരുന്നതിനേക്കാളും ഇപ്പോൾ ഐപാഡിൽ ഫ്രീ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ ടൈം റീഡ് ചെയ്യാനായാലും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഐപാഡ് നമുക്കിപ്പോൾ ഫോണിൽ നമുക്ക് നോക്കി വായിക്കുന്നതിനേക്കാളും ഐപാഡ് കുറച്ചുകൂടെ ബിഗ് സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി വായിക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ടാബ്ലറ്റ്സ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പം ഈസി ടു ക്യാരി ആണ്. നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി പഠിക്കാം, പിന്നെ ലൈബ്രറി ആയാലും പിന്നെ നമുക്ക് ബെഡിലിരുന്ന് തന്നെ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ടാബ്ലറ്റ്സ് ഒക്കെ സ്റ്റുഡൻസിനായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം ഇപ്പം മെഡിസിൻ ഫീൽഡിലായാലും ഒരുപാട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഐപാഡിലാവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ ടാബ്ലറ്റ്സിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഹെവി വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ എഡിറ്റിംഗ് ആയാലും പിന്നെ ഒരുപാട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിലും ഐപാഡിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ലാപ്ടോപ്പിനെ കുറിച്ച് പറയാം. ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ എഡിറ്റിങ്ങിനൊക്കെ ബെസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ആയിരിക്കും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാപ്ടോപ്പ് ഹെവി ആയത് കാരണം നമുക്കിപ്പം യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിനെക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഐപാഡാണ്. സോ വാട്ട് ഷുഡ് യു ചൂസ്? അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഡയഗ്രാംസ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ ടാബ്ലറ്റ്സ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വർക്കോ അതായത് ടൈപ്പിംഗ് ജോബോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ എഡിറ്റിങ് ഹെവി വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പിലായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഐപാഡാണ്. എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം ഞാൻ ഇതിലാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ക്ലാസ് കാണുന്നതായാലും എല്ലാം ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. എൻ്റെ അക്കാഡമിക്സിൻ്റെ മെജോറിറ്റി സാധനങ്ങളും ഞാൻ ഇതിലാണ് ചെയ്യുന്നതും എഴുതുന്നതും എല്ലാം. ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഐപാഡ് തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായാലും ഡയഗ്രാംസ് വരയ്ക്കാനായാലും ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഓപ്റ്റ് ഐപാഡ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഐപാഡ് ചൂസ് ചെയ്യണോ ലാപ്ടോപ്പ് ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ.